വീണ്ടും ചരിത്രം. ഇതാ അടുത്ത ചരിത്രം. BSS ഗുരുകുലം ആലത്തൂർ രചിക്കുന്ന അടുത്ത ചരിത്രം കലോത്സവ വേദിയിലെ 12ാമത്തെ വർഷമാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇത് ഞങ്ങളുടെ കുട്ടികളുടെ ഈ വളരെ കാലത്തെ പ്രയത്നമാണ്. ഈ ട്രോഫികൾ ഓരോന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഇത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, മികച്ച സ്കൂളിലുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ തുടങ്ങിയിട്ട് മികച്ച ഹൈസ്കൂളിലുള്ള 2ാം സ്ഥാനത്തുള്ള ട്രോഫി, മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള 2ാം സ്ഥാനത്തുള്ള ട്രോഫി നിങ്ങൾക്കാണോ? എല്ലാം ഞങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് 1ാം സ്ഥാനത്തിന് ലഭിക്കേണ്ടതാണ്. അത് പ്രിൻസിപ്പളാണ്. കുട്ടികളുടെ ആവേശമാണ് പ്രിൻസിപ്പൾ. ഒരു വലിയ വിജയത്തിന് ശേഷം ഈ കുട്ടികൾ അവരുടെ പ്രിൻസിപ്പളിനെ കൈരളി ന്യൂസിൽ വെച്ചാണ്, ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് അവർക്കൊപ്പം ചേരുന്നത്. ഞാൻ ഇത്ര നേരം അവരുടെ കൂടെ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അടിപൊളി സാർ. നമ്മള് കലാകേരളത്തിന്റെ തിടമ്പ് ആലത്തൂർ BSS ഗുരുകുലത്തിൽ ഇരിക്കുന്ന കഴിഞ്ഞ 12 വർഷമായിട്ടാണ്. അതിന് കാരണം നമ്മുടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടാതെ. ഈ തുടർച്ച എങ്ങനെ സാധിക്കുന്നു? കലയെ നെഞ്ചോട് ചേർത്ത് കലയാണ് ലഹരി എന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ നാടി നരമ്പുകളിലെല്ലാം ഇങ്ങനെ കേറിയിരിക്കുകയാണ് കല. കേരളത്തിലെ ഏറ്റവും വലിയ കലാ സ്കൂളായി ഞങ്ങളുടെ പ്രിൻസിപ്പള് സ്കൂളിൽ ചാർജ് എടുത്തിട്ട് 25 വർഷമായി. അതിൽ 13 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ തുടർച്ചയായി 12 വർഷം ഈ കിരീടം വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇനി ഈ കിരീടം നഷ്ടപ്പെടണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അപ്പൊ ആ ഏറ്റവും ആവേശകരമായ കിരീടം ഈ സ്റ്റുഡിയോയുടെ മുൻപിൽ വെച്ച് ഈ പ്രിൻസിപ്പളിന്റെ കയ്യിലിരിക്കുന്നത് കൂടി ഞങ്ങൾക്ക് കാണണം. യെസ്, നിങ്ങൾ കുട്ടികൾ തന്നെ പ്രിൻസിപ്പളിലേക്ക് കൊടുക്കാം. 25 വർഷം ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. 12 വർഷം മികച്ച സ്കൂളായി, 1ാമത്തെ സ്കൂളായി നിലനിർത്തിയതിന്റെ അപൂർവ നേട്ടമാണ്. കാണുന്നുണ്ടല്ലോ, അപൂർവ നേട്ടമാണ്. സാറിന്റെ പേര് കൂടി വിജയൻ വി ആനന്ദ്. ഡോക്ടർ വിജയൻ വി ആനന്ദ്. ഒന്നുകൂടെ സ്കൂളിന്റെ പാട്ട് ഒന്നുകൂടെ വിളിച്ചേ, പ്രിൻസിപ്പലിന്റെ മുന്നേ വെച്ച് ഒന്നുകൂടി ഇടിനാടം മുഴങ്ങട്ടെ. ആനന്ദം നിറക്കാം ഒന്നായി ചേരാം. വാനിൽ പാറി നടക്ക്, സിംഹവീരമുള്ളിലാക്കി നെഞ്ചു വിരിക്ക്. ജീവിതമേ ലഹരി എന്ന് പാടി പാടി നടക്ക്, കൂടെയുള്ള സോദരന്റെ കണ്ണു പിടിക്ക്. പോരടിച്ചു തോറ്റു പോയാൽ പോട്ടെ പുല്ലേ, വാശി നിന്റെ കൂടെയുണ്ട് നീയെ കിങ്ങ്. വീർ കാട്ടി നേടിടേണം 100ൽ 100. ഉന്മാദ തിമിർപ്പിൽ ഉല്ലാസ കൊഴുപ്പിൽ ഒന്നായി പാടാം. ആവേശം വിതയ്ക്കാം, ആനന്ദം നിറയ്ക്കാം, ഒന്നായി ചിരിക്കാം. ചിറകു വിരിച്ചു. പ്രിൻസിപ്പൾ ഇതാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. തീർച്ചയായിട്ടും കൈരളി ചാനലിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് പിന്തുണയുണ്ട് ഇതിന്. അതിന് പ്രത്യേക നന്ദി ഗുരുകുലത്തിനും പാലക്കാടിനും വേണ്ടി. ഗുരുകുലം എന്ന ഈ വലിയ തേര്, ഇതിന്റെ തേരാളി ഇതാ ഈ നിൽക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ഉണ്ടെങ്കിൽ ഈ തേര് ഒരിക്കലും പിന്നോട്ട് പോയി. അസാമാന്യമായ ടീം സ്പിരിറ്റ് ആണ്. അപ്പൊ അടുത്ത വർഷം കാണാം ചാമ്പ്യൻഷിപ്പ് കൊണ്ട്. പിന്നല്ല. ഓക്കേ. താങ്ക് യു. ഒരു പാട്ട് പാടുന്നോ? അങ്ങനെ നമ്മൾ കാണുന്നത് ഗുരുകുലത്തിന്റെ ആവേശമാണ്. അസാമാന്യമാണ്. വലിയ സന്തോഷം അല്ലേ? വലിയ സന്തോഷമുണ്ട്. ഈ ഒരു കപ്പ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ബെസ്റ്റ് സ്കൂളാണ്. ഓക്കെ താങ്ക് യു. അങ്ങനെ ആലത്തൂർ BSS ഗുരുകുലം പാലക്കാടിന്റെ ഏറ്റവും അഭിമാനമായി കഴിഞ്ഞ 12 വർഷമായി കേരളത്തിന്റെ മുമ്പിലെ വിസ്മയമാണ് ആ സ്കൂള്. കലാകേരളത്തിന്റെ ഏറ്റവും മികച്ച കലാസ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആവേശത്തെ അത്രമേൽ ആവേശത്തോടെയാണ് അവര് ഈ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അന്ന, വിനിഷ, കാവ്യ കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ? ഈ വാക്കുകൾ വിവരിക്കാൻ വാക്കുകളേ ഇല്ല. അത്രത്തോളം ആവേശം, അത്രത്തോളം മർമ്മത്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ പിള്ളേരുടെ പെർഫോമൻസ്? മൊത്തത്തിലുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെയധികം ഗംഭീരം. സെറ്റ് വൈബ്. നല്ല വൈബായിരുന്നോ? സെറ്റ് വൈബ്. എവിടെ സ്ഥലം? എവിടാ? തിരുവനന്തപുരം. കലോത്സവം അടിപൊളിയാക്കിയോ? തിരുവനന്തപുരം. ഞാനും ഒരു കലാപ്രേമിയാണ്.
ആവേശം ഒരു രക്ഷയില്ല. തൃശൂർ ജില്ലയിലെ കുട്ടികളുടെ ആഘോഷമാണ്. BSS ന്റെ ആവേശം. അങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിവിധ കാറ്റഗറിയിൽ 1, 2, 3 സ്ഥാനം നേടിയ കുട്ടികളുടെ ആവേശ തിമിർപ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 26 വർഷത്തെ ചരിത്രം പൊളിച്ചുകൊണ്ട് തൃശൂർ ജില്ല ഈ കലോത്സവത്തിന്റെ കലാകിരീടം ഇതാ ശക്തന്റെ തട്ടകത്തിലേക്ക് കൊണ്ടുപോകാനായി എത്തിയിരിക്കുന്നു. ഒരേ ഒരു പോയിന്റ് വ്യത്യാസം പാലക്കാടുമായി. ഞാൻ കയറി തുള്ളട്ടെ. പോയിന്റ് വ്യത്യാസം മാത്രം. പ്രതീക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചതല്ലേ, പക്ഷേ ഇതാ ചേട്ടന്റെ വൈഫൊക്കെ കെടുത്തി കളഞ്ഞത്. വൈഫ് അങ്ങനെ കിടക്കാണ്. ചേട്ടാ ഒന്ന് പരിചയപ്പെട്ടു. എന്താ പേര്? അടിപൊളി ചേട്ടാ. അപ്പൊ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എത്തിയതാണ് ചേട്ടൻ. വിവിധ വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കി 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ. ഗംഭീരമായിട്ടാണ് തിരുവനന്തപുരം ഈ കലോത്സവത്തോട് വിട പറയുന്നത്. മികച്ച സംഘാടനം, മികച്ച കലാപ്രകടനങ്ങൾ എല്ലാ ഇനങ്ങളിലും ഓരോന്നും എടുത്തു പറയണം, ഒന്നും വിട്ടുപോകാത്തത്. ഏറ്റവും രസകരമായി ശ്രദ്ധേയമായി ഒന്നൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടകനായി വന്ന സമാപന സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്, വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ഈ മികച്ച സംഘാടനത്തിന്റെ പേരിൽ, ഏറ്റവും നല്ലൊരു കലോത്സവം നടത്തിപ്പിന്റെ പേരിൽ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത് എന്നുള്ളതാണ്. ഒരു മേഖലയിൽ പോലും ഒരു പിഴവ് പോലും ഇല്ലാതെ, ഒരു പരാതിയുമില്ലാതെ സമയത്ത് വളരെ കൃത്യമായി ആസൂത്രണം, അതിന്റെ മികവോടെ പൂർത്തീകരിച്ച മികച്ച കലാപ്രകടനം. കേരളമെമ്പാടുമുള്ള കുട്ടികൾ, ഏറ്റവും മികച്ച കലാകാരന്മാർ, കലാകാരികൾ, അവരുടെ ഏറ്റവും വലിയ കഴിവ്, ഏറ്റവും വലിയ മത്സരബുദ്ധിയോടെ ഗംഭീരമായി പെർഫോം ചെയ്തു.
ഓരോ ഇനത്തിലും അല്ലേ? അതെ, ആ ഒരു മത്സരത്തിലെ പ്രതിഭാദാനം നമുക്ക് കാണാനുണ്ടായിരുന്നു. നമ്മളുടെ സ്റ്റുഡിയോയിലെത്തുന്ന എല്ലാ പ്രതിഭകളും എല്ലാ മത്സരങ്ങളിലും എ ഗ്രേഡ് വാങ്ങിയ മത്സരാർത്ഥികൾ മാത്രമാണ് സ്റ്റുഡിയോയിൽ. എന്തൊരു കോൺഫിഡന്റ് ആയിട്ടാണല്ലേ? മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം മത്സരിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ചാനൽ സ്റ്റുഡിയോകളിലേക്ക് വന്ന് അതേ എനർജി ഒക്കെ കാണണമായിരുന്നു. പറഞ്ഞതുപോലെ കളിക്കുന്ന സുഖത്തിലല്ല ഇവിടെ മണ്ണിൽ വന്ന് നേരത്തെ നമ്മൾ കളിക്കേണ്ടി വരുന്നത്. പറഞ്ഞതുപോലെ ഗുരുകുലത്തിലെ കുട്ടികൾ ഒന്നാമത്തെ ദിവസം നമ്മുടെ പൗലനി വന്ന് പറഞ്ഞു തരുമോ 2ാം സ്ഥാനക്കാരും നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്നാണ്. അതാണ് അധ്യാപകർ പറഞ്ഞില്ലേ, കൈരളി ഞങ്ങൾക്ക് തന്ന പിന്തുണയെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് വലിയ തുറന്ന മനസ്സോടെയാണ് അവര് സംസാരിച്ചത്.